ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തിരികത്ത് കാവിലമ്മയുടെ അഴൽ വഴിപാടിനെ കുറിച്ച് അറിയാമോ? കൃഷ്ണഗിരി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അഴൽ എന്നാൽ ദുഃഖം. നമ്മുടെ ദുഃഖം മാറുന്നതിന് ഗുരുവായൂരിൽ നടത്തുന്ന ഒരു വഴിപാടാണ് ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് അഴൽ നിവേദ്യം. ശ്രീ ഗുരുവായൂരപ്പന്റെ ഇടത്തരികത്ത് കാവ് ഭഗവതി നാലമ്പലത്തിനും പ്രദക്ഷിണ വഴിക്കും പുറത്തായി, എന്നാൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്താണ് ഇടത്തരികത്തുകാവ് ഭഗവതി. ഗുരുവായൂർ ക്ഷേത്ര തട്ടകം കാത്ത് പരിപാലിക്കുന്ന ഗ്രാമദേവതയാണ് ഇടത്തരികത്തുകാവിലമ്മ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ കഴിഞ്ഞാൽ പ്രധാന പ്രതിഷ്ഠയാണ് ഈ ഭഗവതി. ദേവഗുരുവും വായുദേവനും ചേർന്ന് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുവന്നപ്പോൾ ദേവി ഇടം കൊടുത്ത് ഇടത്തേക്ക് മാറിയിരുന്നതിനാൽ ആണ് ഇടത്തരികത്തുകാവ് എന്ന പേര് വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി ദേവിയുടെ പ്രധാന വഴിപാടായ അഴൽ നിവേദ്യത്തെക്കുറിച്ച് പറയാം. ഭഗവതിക്ക് ഏറെ പ്രധാനപ്പെട്ട വഴിപാടാണ് അഴൽ നിവേദ്യം. ഗുരുവായൂരപ്പന്റെ തൃപ്പുക കഴിഞ്ഞാൽ ദേവീക്ഷേത്രത്തിൽ അഴൽ നിവേദ്യം തുടങ്ങും. അതു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാകും. ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് വെള്ളരിയും നാളികേരവും അഗ്നിയും നേദിക്കുന്നതിനാണ് അഴൽ നിവേദ്യം എന്ന് പറയുന്നത്. ഭക്തജനങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഭഗവതിയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ച് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങി സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്നു. അഴൽ നിവേദ്യം ചെയ്യുന്ന ഭക്തജനങ്ങൾ വഴിപാട് ചെയ്ത് തൊഴുത ശേഷം തിരിഞ്ഞു നോക്കാതെ വേണം സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകാൻ എന്ന് പറയാറുണ്ട്. കാരണം എല്ലാ ദുഃഖങ്ങളും ഭഗവതിയുടെ കാൽക്കൽ സമർപ്പിക്കുമ്പോൾ ഭഗവതി അതെല്ലാം മാറ്റിത്തരും. ആ പ്രാർത്ഥന ഭഗവതി ഏറ്റെടുത്തു കഴിഞ്ഞുവല്ലോ, അപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കരുത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അഴൽ വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതില്ല. ആ വഴിപാടിന് പ്രസാദമൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഗുരുവായൂരപ്പന്റെ തൃപ്പുകയും അത്താഴപൂജയും കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവതിക്ക് അഴൽ വഴിപാട് നടത്തുന്നത്. 30 രൂപയാണ് ഈ വഴിപാടിന്. ഈ ഒരറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു.